ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സ്മാർട്ട് സ്റ്റഡി. അപ്പോൾ ഇന്ന് നമ്മൾ 3ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ മലയാളത്തിലെ മനുഷ്യൻ്റെ കൈകൾ എന്ന് പറയുന്ന യൂണിറ്റിലെ അവസാനത്തെ പാഠഭാഗമായ തടിപിടി എന്ന് പറയുന്ന പാഠഭാഗവും അതുപോലെ കുതിരകെട്ടിക്കളി എന്ന് പറയുന്ന പാഠഭാഗവുമാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിനു മുൻപേയുള്ള നിങ്ങളുടെ എല്ലാ പാഠഭാഗങ്ങളും എല്ലാ യൂണിറ്റും അതിലുള്ള പാഠഭാഗങ്ങളും അതിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളും പാഠഭാഗ വിശദീകരണങ്ങളും എല്ലാം നമ്മൾ വീഡിയോ ആയിട്ട് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു പ്രത്യേക പ്ലേലിസ്റ്റ് തന്നെ നമ്മുടെ ചാനലുണ്ട്. ക്ലാസ് 3 ന്യൂ ടെക്സ്റ്റ് ബുക്സ് മലയാളം എന്നാണ് നിങ്ങളുടെ പ്ലേലിസ്റ്റിൻ്റെ പേര്. അപ്പോൾ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ മലയാളം പാർട്ട് 1 ടെക്സ്റ്റ് ബുക്കിലെ അവസാനത്തെ പാഠഭാഗത്തിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത്. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. തൊഴിലുമായി ഭാഷയ്ക്കു വേറെയും ബന്ധമുണ്ട്. ഈ കവിത ചൊല്ലി നോക്കൂ. തടിപിടി എന്ന് പറയുന്ന ഒരു കവിതയാണ് നമുക്കവിടെ തന്നിട്ടുള്ളത്. കാവാലം നാരായണ പണിക്കർ എഴുതിയ കാക്കത്തൊള്ളായിരം എന്നതിൽ നിന്ന് എടുത്ത ഒരു കവിതയാണ് അവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആ ഒരു കവിത നോക്കാം. ഏലേല മാലി ഐസ, ഇലയിട്ട തടിയെ ഐസ, പൂവിട്ട കുരുവി ഐസ, കായിട്ട മരമേ ഐസ, ഇലയിട്ടു പൂവിട്ടു കായിട്ടു നിന്ന കാട്ടിലെ തടിയെ ഐസ, ഒത്തുപിടിച്ചാൽ ഐസ, മലയും പോരും ഐസ, ഒറ്റയ്ക്കായാൽ ഐസ, എലിയും പോരാ ഐസ, ഒത്തുപിടിച്ചാൽ മഹാബലം, ഒറ്റയ്ക്കായാൽ പരാജയം. മരമൊക്കെ വണ്ടിയിലേക്ക് കയറ്റുമ്പോൾ ഭാരം അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് തൊഴിലാളികൾ ചൊല്ലിയിരുന്നൊരു പാട്ടാണ് ഇത്. അപ്പോൾ നമുക്ക് ഈ ഒരു കവിതയുടെ ആശയം നോക്കാം. കവിതയുടെ ആശയം: ഒത്തൊരുമിച്ചാൽ മലയും പോരും. ഒത്തൊരുമിച്ചു ചെയ്താൽ എത്ര കഠിനമായ ജോലിയും നമുക്ക് തീർക്കാം. ഒറ്റയ്ക്ക് നിന്നാൽ ഫലം ഉണ്ടാവില്ല, പരാജയമായിരിക്കും ഫലം. ഒരുമയുടെ പ്രാധാന്യത്തെ സൂചിപ്പിക്കുന്ന ഒരു കവിതയാണ് ഇത്. ഇനി നമുക്ക് ഈ പാഠഭാഗത്തിലെ ചോദ്യോത്തരങ്ങൾ നോക്കാം. ആദ്യത്തെ ചോദ്യം: പണിയെടുക്കുമ്പോൾ കൂട്ടമായി പാടുന്ന പാട്ടാണിത്. എന്താണ് ഇവർ ചെയ്യുന്നത്? അപ്പോൾ പണിയെടുക്കുമ്പോൾ കൂട്ടമായി പാടുന്ന ഒരു പാട്ടാണല്ലേ നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ എന്താണ് ഇവർ ചെയ്യുന്ന പണി എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ എന്താണ് ഉത്തരം? ഒന്നിൻ്റെ ഉത്തരം താഴെ എഴുതി കൊടുത്തിട്ടുണ്ട്. ഭാരമുള്ള തടികൾ ലോറിയിൽ കയറ്റുന്നു. അതാണ് ഇവർ ചെയ്യുന്ന പണി എന്ന് പറയുന്നത്. രണ്ടാമത്തെ ചോദ്യം: എന്തിനായിരിക്കും പണിയെടുക്കുമ്പോൾ പാട്ട് പാടുന്നത്? എന്തിനായിരിക്കും? ഉത്തരം നോക്കാം അല്ലേ. ഒത്തിരി അധ്വാനം ആവശ്യമുള്ള ജോലികൾ ചെയ്യുമ്പോൾ അധ്വാന ഭാരം കുറയ്ക്കാൻ പാട്ടുകൾ പാടാറുണ്ട്. പാടുമ്പോൾ അവർ ജോലി ഭാരം മറക്കുന്നു. കൂടെ ജോലി ചെയ്യുന്നവരും ആയിട്ടൊരു കൂട്ടായ്മ രൂപപ്പെടുന്നു. ചെയ്യുന്ന ജോലി പ്രയാസമെങ്കിലും എളുപ്പമുള്ളതായി അവർക്ക് അനുഭവപ്പെടുന്നു. അപ്പോൾ ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് അവർ പണിയെടുക്കുമ്പോൾ പാട്ട് പാടുന്നത്. മൂന്നാമത്തെ ചോദ്യം എന്താണ്? ഈ കവിത സംഘമായി അഭിനയിച്ചു ചൊല്ലൂ. അപ്പോൾ കൂട്ടുകാരോട് ഈ ഒരു കവിത സംഘമായിട്ട് അഭിനയിച്ചു ചൊല്ലാനാണ് പറയുന്നത്. അപ്പോൾ തടി എടുക്കുന്നത് പോലെയും അതുപോലെ തടി വണ്ടിയിലേക്ക് കയറ്റുന്നത് പോലെയെല്ലാം അഭിനയിച്ചിട്ട് ഈ പാട്ട് പാടുകയും ചെയ്യണം. അപ്പോൾ അതാണ് പറയുന്നത്. നാലാമത്തെ ചോദ്യം എന്താണ്? പണിയെടുക്കുമ്പോൾ പാടുന്ന മറ്റെന്തെങ്കിലും പാട്ടുകൾ അറിയാമോ? അത്തരം പാട്ടുകൾ കൂട്ടമായി പാടൂ. അപ്പോൾ പണിയെടുക്കുമ്പോൾ പാടുന്ന മറ്റെന്തെങ്കിലും പാട്ടുകൾ അറിയാമോ എന്ന് ചോദിക്കുന്നുണ്ട്. അത്തരം പാട്ടുകൾ കൂട്ടമായി പാടാനും പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതുപോലെയുള്ളൊരു പാട്ട് നോക്കാം അല്ലേ. അപ്പോൾ നമുക്കൊരു ഞാറ്റുപാട്ട് നോക്കാം. ഞാറ് നടുമ്പോഴൊക്കെ ചൊല്ലുന്ന പാട്ടാണ് ഞാറ്റുപാട്ട്. പുഞ്ചപ്പാടത്തെ പൂങ്കുയിലെ പുന്നാരപ്പാട്ടൊന്നു പാടാമോ? അക്കണ്ടം നട്ടു ഞാൻ ഇക്കണ്ടം നട്ടു ഞാൻ മേലെ കണ്ടത്തിൽ ഞാറു നട്ടു. കുത്തിക്കയറി വരുമ്പോൾ എന്നാലും തമ്പ്രാന് തീണ്ടലാണേ നെല്ലായ. നെല്ലെല്ലാം കൊയ്ത് മെതിച്ചു അറയിലിടുമ്പോൾ തീണ്ടലില്ല. അറകൾ നിറച്ചു പത്തായം നിറച്ചു ഇറങ്ങി വരുമ്പോൾ തീണ്ടലാണ്. ഒരു പഴയ കഥ ഒരു പഴങ്കഥ എന്നതിൽ നിന്നെടുത്ത ഒരു ഞാറ്റുപാട്ടാണ് ഇത്. അപ്പോൾ ഇത് കൂട്ടുകാർ കൂട്ടമായിട്ടൊന്ന് ചൊല്ലി നോക്കൂ കേട്ടോ. അവസാനത്തെ ചോദ്യം എന്താണ്? ഈ കവിതയിലെ സന്ദേശം അടങ്ങുന്ന വരികൾ കണ്ടെത്താമോ? ഇതേ സന്ദേശം അടങ്ങിയ മറ്റു ചൊല്ലുകൾ കണ്ടെത്തൂ. അപ്പോൾ എന്താണ് ഈ കവിതയിലെ സന്ദേശം അടങ്ങിയിട്ടുള്ള വരികൾ കണ്ടെത്താൻ പറയുന്നുണ്ട്. അതുപോലെ ഈ സന്ദേശം അടങ്ങിയ മറ്റു ചൊല്ലുകൾ കണ്ടെത്താനും പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം. സന്ദേശം അടങ്ങുന്ന വരികളാണ് ഒത്തുപിടിച്ചാൽ ഐസ, മലയും പോരും ഐസ എന്ന് പറയുന്ന ഈ 2 വരികൾ. ഇതേ സന്ദേശം അടങ്ങിയ ചൊല്ലുകൾ നോക്കാം. എന്താണ് ചൊല്ലുകൾ? ഒരുമ തന്നെ പെരുമ, ഒത്തൊരുമിച്ചാൽ മലയും പോരും, ഐക്യമത്യം മഹാബലം, പല തുള്ളി പെരുവെള്ളം. അപ്പോൾ ഇത്രയൊക്കെ ചൊല്ലുകളാണ് ഇതേ സന്ദേശം അടങ്ങിയിട്ടുള്ളത്. അപ്പോൾ കൂട്ടുകാർക്ക് ഇനിയും അറിയുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ എഴുതി ചേർക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു പാഠഭാഗം. ഈ ഒരു പാഠഭാഗത്തിൽ നമുക്ക് ഇത്രയും ചോദ്യങ്ങളാണ് തന്നിട്ടുള്ളത്. അടുത്തത് നമുക്ക് കുതിരകെട്ടിക്കളി എന്ന് പറയുന്ന അടുത്ത പാഠഭാഗം നോക്കാം. രണ്ടും ചെറിയ പാഠഭാഗങ്ങളായതുകൊണ്ടാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. കുട്ടികൾ ഉത്സാഹത്തോടെ ഏർപ്പെടുന്ന ഒന്നാണ് കളി. ആരോഗ്യം വർദ്ധിപ്പിക്കാനും പഠനം മെച്ചപ്പെടുത്താനും മെയ്യനങ്ങി കളിക്കേണ്ടത് അത്യാവശ്യമാണ്. മെയ്യനങ്ങി എന്ന് പറഞ്ഞാൽ ശരീരം അനങ്ങി കളിക്കുക എന്നതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആരോഗ്യം വർദ്ധിപ്പിക്കാനും പഠനം മെച്ചപ്പെടുത്താനും ഒക്കെ നമ്മുടെ ശരീരം നന്നായി ഇളക്കി കളിക്കൽ അത്യാവശ്യമാണ് എന്നാണ് ഇവിടെ പറയുന്നത്. കുട്ടിക്കാലത്തെ ഒരു കളി അനുഭവം കരി
കുരീപ്പുഴ ശ്രീകുമാർ എഴുതിയത് വായിക്കൂ. അപ്പോൾ കുരീപ്പുഴ ശ്രീകുമാറിൻ്റെ ഒരു കുട്ടിക്കാലത്തെ കളി അനുഭവമാണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ പാഠഭാഗമായ കുതിരക്കെട്ടിക്കളി എന്ന് പറയുന്ന ആ ഒരു കളിയെ കുറിച്ചിട്ടാണ് കുരീപ്പുഴ ശ്രീകുമാർ എഴുതിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം. കുതിരക്കെട്ടിക്കളി. ഒഴിവുകാലത്ത് ചെറിയ കുതിരകളെ കെട്ടുകയാണ് ഞങ്ങളുടെ പ്രധാന പണി. തെങ്ങില, വെള്ളയ്ക്കയും ഈർക്കിലും ഉപയോഗിച്ചു വളരെ ചെറിയ കുതിരകളും മരവും വർണ്ണക്കടലാസും ഉപയോഗിച്ച് അല്പം കൂടി വലിയ കുതിരകളും ഞങ്ങൾ കെട്ടിയിരുന്നു. അപ്പോൾ എന്തെല്ലാം ഉപയോഗിച്ചിട്ടാണ് കവിയുടെ ചെറുപ്പകാലത്ത് കുതിരകളെ ഉണ്ടാക്കിയിരുന്നത്? കുതിരകളെ കെട്ടിയിരുന്നത് തെങ്ങില, വെള്ളയ്ക്കയും ഈർക്കിലും ഉപയോഗിച്ച് ചെറിയ കുതിരകളെയും മരവും വർണ്ണക്കടലാസും ഉപയോഗിച്ച് അല്പം കൂടിയ വലിയ കുതിരകളെയും കവി കെട്ടിയിരുന്നു അല്ലേ. 4 ചെറിയ മരക്കാലുകളിൽ 2 മരങ്ങൾ വെച്ചു ചട്ടമുണ്ടാക്കും. അതിന്മേൽ 4 നീണ്ട കതിരുകാലുകൾ ഉറപ്പിക്കും. പിന്നെ വർണ്ണക്കടലാസ് ഉപയോഗിച്ച് 2 ഇടക്കൂടാരങ്ങളും ചുവന്ന കടലാസ് ഒട്ടിച്ചു മേൽക്കൂടാരങ്ങളും ഉണ്ടാക്കും. പൊടിപ്പും തൊങ്ങലയും ഒട്ടിച്ചു വയ്ക്കും. കുതിരത്തലയും കുതിരവാലും ഉണ്ടാക്കും. കയറുപയോഗിച്ചു 4 ആലാഞ്ഞും കെട്ടും. കുതിരയുടെ നിർമ്മാണം പൂർത്തിയായി കഴിഞ്ഞാൽ എല്ലാവരും കൂടി കുതിരയെ തോളിലേറ്റി ചര്യോ 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 എന്ന വായ്ത്താരിയോടെ വഴിയിലെല്ലാം കൊണ്ടു നടക്കും. ഇതായിരുന്നു ഞങ്ങളുടെ മധ്യവേനൽ അവധിക്കാലത്തെ ഉത്സവം. അപ്പോൾ എന്തായിരുന്നു? 4 ചെറിയ മരക്കാലുകൾ 2 മരങ്ങൾ വെച്ചു ചട്ടമുണ്ടാക്കുക അല്ലേ ആദ്യം. പിന്നെ അതിന്മേൽ 4 നീണ്ട കതിരുകാലുകൾ ഉറപ്പിക്കും. പിന്നെ വർണ്ണക്കടലാസ് ഉപയോഗിച്ച് 2 ഇടകൂടാരങ്ങളും ചുവന്ന കടലാസ് ഒട്ടിച്ചു കൂടാരങ്ങളും ഉണ്ടാക്കുക അല്ലേ. അപ്പോൾ കുതിരയുടെ ശരീരഭാഗം ഉണ്ടാക്കുന്നതിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. പൊടിപ്പും തൊങ്ങലയും പിന്നെ ഒട്ടിച്ചു വെക്കും. പിന്നീട് കുതിരത്തലയും കുതിരവാലും ഉണ്ടാക്കും. കയർ ഉപയോഗിച്ചിട്ടാണ് 4 ആലാഞ്ഞും കെട്ടിവെക്കും. കുതിരയുടെ നിർമ്മാണം പൂർത്തിയായി കഴിഞ്ഞാൽ എല്ലാവരും കൂടെ എന്താണ് ചെയ്യുക? കുതിരയെ തോളിലേറ്റി ചര്യോ 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 എന്ന വായ്ത്താരിയോടെ വഴിയിലെല്ലാം കൊണ്ടു നടക്കുക അല്ലേ. ഇതായിരുന്നു അവരുടെ മധ്യവേനൽക്കാലത്തെ ഒരു ഉത്സവം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് അവർക്കൊരു ഉത്സവമായിട്ടായിരുന്നു അവർക്ക് അനുഭവപ്പെട്ടിരുന്നത് അല്ലേ. അപ്പോൾ അവരിങ്ങനെയൊക്കെ ആയിരുന്നു കളിച്ചിരുന്നത് അവരുടെ ചെറുപ്പകാലങ്ങളിൽ. അപ്പോൾ ഇതിൽ നമുക്ക് കുറച്ച് ചോദ്യോത്തരങ്ങൾ തന്നിട്ടുണ്ട്. അപ്പോൾ എന്താണെന്ന് നോക്കാം. ആദ്യത്തെ ചോദ്യം, ഒഴിവു ദിവസങ്ങളിൽ നിങ്ങൾ ഏർപ്പെടുന്ന കൂട്ടായ കളികൾ എന്തെല്ലാമാണ്? ചർച്ച ചെയ്യൂ. അപ്പോൾ ഒഴിവു ദിവസങ്ങളിൽ കൂട്ടുകാർ കളിക്കുന്ന കളികൾ ഏതൊക്കെയാണ് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഉത്തരം: ഒളിച്ച സാറ്റ്, പാമ്പും കോണിയും, ബാഡ്മിൻ്റൺ, ക്രിക്കറ്റ്, ഫുട്ബോൾ, അക്കുകളി, കുട്ടിയും കോലും, കോഴിയും കുറുക്കനും, കുലകുല മുന്തിരി. ഇനിയും കൂട്ടുകാർ ഏതെങ്കിലും കളികൾ കളിക്കാറുണ്ടെങ്കിൽ അത് ഇതിൻ്റെ കൂടെ എഴുതി ചേർക്കാം കേട്ടോ. അടുത്ത ചോദ്യം, നിങ്ങളുടെ ഒരു കളി അനുഭവം വിവരിച്ചെഴുതൂ. അപ്പോൾ കളി അനുഭവം വിവരിച്ചെഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം. ഉത്തരം നോക്കാം. കഴിഞ്ഞ വേനൽ അവധിക്കാലം ഞാനും എൻ്റെ കൂട്ടുകാരും കൂടി ഒളിച്ചുകളി കളിക്കാൻ തീരുമാനിച്ചു. ഞാനായിരുന്നു എണ്ണേണ്ടത്. ഞാൻ എണ്ണാൻ ആരംഭിച്ചു. എല്ലാവരും ഒളിച്ചു. അവരെ കണ്ടുപിടിക്കാൻ ഞാൻ എല്ലായിടത്തും ഓടി. കുറേ സ്ഥലങ്ങളിൽ തിരഞ്ഞു. അവസാനം ഒരാളെ ഒഴികെ എല്ലാവരെയും ഞാൻ കണ്ടുപിടിച്ചു. അച്ചുവിനെ മാത്രം കണ്ടെത്തിയില്ല. ഒത്തിരി സമയം കഴിഞ്ഞ് അവനെ കാണുന്നില്ല. എല്ലാവരും പേടിച്ചു. മറ്റു കൂട്ടുകാരും ചേർന്ന് അവനെ അന്വേഷിച്ചു. ഞങ്ങൾ പേടിച്ചു കരച്ചിലായി. അപ്പോഴാണ് കണ്ടത് അച്ചു ഒരു മരച്ചുവട്ടിലിരുന്നു ഉറങ്ങിപ്പോയി. അച്ചുവിനെ കണ്ടപ്പോഴാണ് സമാധാനമായത്. അപ്പോൾ ഇതുപോലെ കൂട്ടുകാർക്ക് എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊന്ന് എഴുതി കൊടുക്കൂ കേട്ടോ. അതാണ് ആ ചോദ്യത്തിൽ പറഞ്ഞിരുന്നത്. അപ്പോൾ കൂട്ടുകാർ കളിക്കുമ്പോൾ ഏതെങ്കിലും കൂട്ടുകാരെ കാണാതായതോ അല്ലെങ്കിൽ കളിക്കുമ്പോൾ ഉണ്ടായ മറ്റു അനുഭവങ്ങളോ ആണ് എഴുതി കൊടുക്കേണ്ടത്. അടുത്ത ചോദ്യം, കുതിര എന്നും തല എന്നും 2 വാക്കുകൾ ചേർന്ന് കുതിരത്തല എന്ന ഒരൊറ്റ വാക്കായി. ഇത്തരത്തിൽ 2 വാക്കുകൾ ചേർന്ന് രൂപപ്പെട്ട മറ്റേതെല്ലാം പദങ്ങൾ നിങ്ങൾക്ക് കണ്ടെത്താനാവും? അപ്പോൾ കുതിര എന്ന വാക്കും തല എന്ന വാക്കും ചേർത്ത് കുതിരത്തല എന്ന് പറയാല്ലേ. അതുപോലെയുള്ള വാക്കുകൾ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 2 വാക്കുകൾ ചേർന്ന് രൂപപ്പെട്ട വാക്കുകൾ നമുക്ക് നോക്കാം. ഒഴിവ് പ്ലസ് കാലം, ഒഴിവുകാലം. മര പ്ലസ് കാല്, മരക്കാല്. വർണ്ണ പ്ലസ് കടലാസ്, വർണ്ണക്കടലാസ്. കടലാസ് പ്ലസ് ഒട്ടിച്ചു, കടലാസ് ഒട്ടിച്ചു. കതിര് പ്ലസ് കാല്, കതിരുകാല്. തോളിൽ പ്ലസ് ഏറ്റി, തോളിലേറ്റി. വഴിയിൽ പ്ലസ് എല്ലാം, വഴിയിലെല്ലാം. വേനൽ പ്ലസ് അവധി, വേനലവധി. അപ്പോൾ ഇതുപോലെയുള്ള വാക്കുകളാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത്രയൊക്കെ ചോദ്യങ്ങളാണ് നമുക്ക് ഈ ഒരു പാഠഭാഗത്ത് തന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു 2 പാഠഭാഗവും അതിലെ പാഠഭാഗ വിശദീകരണവും അതുപോലെ ചോദ്യങ്ങളും ഉത്തരങ്ങളും എല്ലാം എല്ലാ കൂട്ടുകാർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അടുത്ത പാഠഭാഗവുമായി നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ വരുന്നതാണ്.
നിങ്ങളുടെ മറ്റുള്ള എല്ലാ വിഷയങ്ങളുടെയും വീഡിയോസ് നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ നിങ്ങളുടെ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞു തന്ന എല്ലാ കാര്യങ്ങളും കൂട്ടുകാർക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.